ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഇഡ്ഡലി ദോശ അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പിന്നെ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനെന്താ, ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് ചാറ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നല്ല പോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി നല്ല പോലെ കനല്ലാതെ മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. കനല്ലാതെ മുറിച്ചിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, കൊഴുപ്പും ഉണ്ടാവും. കറി പുറത്ത് വെച്ചാലും കേടും വരില്ല. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കൂട് വെളുത്തുള്ളിയും 1 തുണ്ട് ഇഞ്ചിയും കൂടെ എടുത്ത് നല്ലപോലെ അരച്ചെടുത്തതാണത്. എന്നിട്ട് അതിൻ്റെ 1 ടീസ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. മുഴുവൻ ഇട്ടിട്ടില്ല, 1 ടീസ്പൂൺ അതിൽ നിന്ന് 1 ടീസ്പൂൺ പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 വലിയ തക്കാളിയും 1 ചെറിയൊരു തക്കാളിയും കൂടെ എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് സോഫ്റ്റായി വെന്ത് സോഫ്റ്റായി കിട്ടണം. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ അരച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോഴും കറി നല്ലപോലെ കൊഴുപ്പ് കിട്ടും. ഇത് കുറച്ച് നേരം വഴറ്റിയപ്പോഴേക്കും നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക. ഞാൻ 2 ടീസ്പൂൺ ഇട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2 ടീസ്പൂൺ ഇടണ്ട. പിന്നെ നമുക്കിത് കുറച്ച് 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം ഞാൻ അരിച്ചെടുത്തതാണ്. പുളി വെള്ളത്തിലിടാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ പുളി വെള്ളത്തിലിടുന്നത്. അത് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് അയിലയാണ് കേട്ടോ. അയിലയൊക്കെ നല്ലപോലെ ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പേരക്കുട്ടിയാണ് ഇട്ടത്. മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ചാറൊക്കെ വെച്ചതിന് ശേഷം അതാ ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് ഒറ്റ തിളയിൽ ഞാൻ തിളപ്പിക്കണുള്ളൂ. ഒരുപാട് തിളപ്പിക്കണില്ല. ഒരുപാട് തിളച്ച് വന്നാൽ മീൻ പൊടിഞ്ഞു പോകുള്ളൂ. പിന്നെ ഇനി നമ്മൾ കയ്യിലിട്ടിട്ട് ഒരുപാട് ഇളക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തിളച്ചതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫാക്കി വെക്കണം. ഞാൻ അപ്പോൾ ഇത് രാവിലെ വെക്കണ കാരണം കൊണ്ടാണ് ഇത് ഓഫാക്കിയിട്ട് അങ്ങനെ വെക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് വെക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചാൽ മതി. അപ്പോഴും മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിക്കും. പിന്നെ നമ്മൾ പല രൂപത്തിലുള്ള മീൻകറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണത്തിൻ്റെ റെസിപ്പീസും ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, പ്ലേലിസ്റ്റിലും കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. അതുപോലെ തന്നെ ബിരിയാണീൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയും സാദാ ബിരിയാണിയും കോഴി പൊരിച്ച ബിരിയാണി, കോഴി പൊരിക്കാണ്ട് പച്ചക്ക് വെച്ച ബിരിയാണി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരുപാട് കൂട്ടുകാർ 1 കിലോ അരിൻ്റെ ബിരിയാണിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു സന്തോഷമാണ്. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് ഒരുപാട് സന്തോഷം. അതുപോലെ ഇതും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.